വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പേജ് നമ്പർ 21 എത്തിയിട്ടുണ്ട്. ടേം ആൻഡ് പൊസിഷൻ അവരുടെ തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് മുമ്പിൽ 2 വീഡിയോസും അതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ 21 എക്സർസൈസ് ക്വസ്റ്റ്യൻസാണ്. നേരെ പോയാലോ, വേഗം ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ തേർഡ് ടേം തന്നിട്ടുണ്ട്. എത്രയത്? 15. ആൻഡ് 8th ടേം ഇസ് 35. 8th ടേം എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് 13th ടേം കണ്ടുപിടിക്കണം. 13th ടേം കണ്ടുപിടിക്കണം. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 23rd ടേം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന സെയിം മെത്തേഡിലാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തന്നേക്കുന്നത്. പൊസിഷനും ടേമും. ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ഒന്നും നമുക്ക് അറിയത്തില്ല. തന്നിരിക്കുന്നത് തേർഡ് പൊസിഷനിൽ 15 ആണ് ടേം. പിന്നെ തന്നേക്കുന്നത് 8th പൊസിഷനിൽ 35 ആണ് ടേം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് 13ഉം കണ്ടുപിടിക്കണം, അതുപോലെ 23rd കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ, നമുക്കറിയാവുന്നതല്ലേ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ആകെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കോമൺ ഡിഫറൻസാണ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള വ്യത്യാസം, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ടേം രണ്ടും അടുത്തുള്ള ടേംസ് അല്ല അല്ലേ. അപ്പോൾ മറ്റേ റിലേഷൻ വെച്ചിട്ട് ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് വേണം അടുത്ത 2 ചെയ്യാനായിട്ട്. കുറച്ച് സ്റ്റെപ്സ് കൂടുതലാന്നേ ഉള്ളൂ, കൺസെപ്റ്റ് ഒക്കെ സെയിമാ. അപ്പോൾ എങ്ങനെ ചെയ്തു തുടങ്ങുമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന 2 ടേമിനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അല്ലേ, 3rd ടേമും 8th ടേമും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നമുക്കറിയാം 8th ടേം എന്ന് പറയുന്നത് 3rd ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാ? 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ 8th ടേം എന്ന് പറയുന്നത് 35 എന്ന് പറയുന്നത് 15നോട് എത്ര കോമൺ ഡിഫറൻസാ? 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 5D എന്ന് പറയുന്നത് 35 - 15 ആണ്, അല്ലെങ്കിൽ 20 ആണ്. അപ്പോൾ 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എത്രയാ? 20 / 5 4 ആണ്. ഓക്കെ, അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 13th ടേമാണ്. ഓക്കെ, 13th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 13th ടേം എന്ന് പറയുന്നത് ഏതാണ്? 13നോട് അടുത്ത് കിടക്കുന്നത് 8th ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാ? 5 കോമൺ ഡിഫറൻസ് അല്ലേ. 8ഉം 5ഉം അല്ലേ 13, 8ഉം 5ഉം. ഓക്കെ, സോ 13th ടേം എന്ന് പറയുന്നത് 8th ടേമായ 35നോട് 5 കോമൺ ഡിഫറൻസ്, അതായത് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4 ആണ്. ഇതാദ്യം ചെയ്യണേ. അപ്പോൾ 35 + 20 എന്ന് വരും. അപ്പോൾ 55 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റിൻ്റെ ആൻസർ, എ പാർട്ട്. ഇനി ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതുപോലെ തന്നെ നമ്മൾ 23rd ടേം കണ്ടുപിടിക്കണം. ഓക്കെ, 23rd ടേം കണ്ടുപിടിക്കാൻ എളുപ്പം 13 കിട്ടിയില്ലേ. ഇനി 13 നിന്ന് 23 വരെയുള്ളത് പോരെ. അപ്പോൾ 13th ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 13th ടേം ഇപ്പോൾ നമുക്ക് കിട്ടിയ 55 ആണ്. അതിനോട് 10 കോമൺ ഡിഫറൻസ്, 10 ഇൻറ്റു D 4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 55 + 10 ഇൻറ്റു 4 40 ആണ്. അപ്പോൾ 95. കണ്ടോ, ഇത്ര സിമ്പിളാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തീർന്നു. ഇതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5th ടേം 21 ആണ്. 5th ടേം 21 ആണ്. പിന്നെ 9th ടേം 41 ആണ്. 9th ടേം 41. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേമും 3rd ടേമും കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ടേം ഞാൻ കണ്ടുപിടിക്കും. ഇത് നിങ്ങളുടെ ഹോംവർക്കാണേ. ഹോംവർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലേ.
ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പൊസിഷനും ടേമും എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് ടേം 21 ആണ്, 9th ടേം 41 ആണ്. ഇതാണ് നമ്മളുടെ സീക്വൻസ്. ഇതിനകത്തുനിന്ന് ഈ തന്നിരിക്കുന്ന 2 ടേമും വെച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് എഴുതും? 9th ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേമിനോട് 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേമായ 21നോട് 4 ഇൻറ്റു ടി ചെയ്യുന്നതാണ് 9th ടേമായ 41. അപ്പോൾ 4d എന്ന് പറയുന്നത് 41 മൈനസ് 21 എത്രയാ? 20 ആണ്. അപ്പോൾ d എത്രയാ? 20 ഡിവൈഡഡ് ബൈ 4 5. ഞാനിത് എത്ര സ്പീഡിൽ പറഞ്ഞു വിടുന്നത്? ഇത് നമ്മൾ കുറേ നേരമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ ഉള്ളത് ഫിഫ്ത്ത് ടേം അല്ലേ? അപ്പോൾ ആ ഫിഫ്ത്ത് ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 4 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഫിഫ്ത്ത് ടേം 21 ആണ്, അതിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ 21 മൈനസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടൈം ഏതാ? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബി പാർട്ടിലുള്ള തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതിയിട്ട് തേർഡ് ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇപ്പോൾ അറിയാമല്ലോ, ഫസ്റ്റ് ടേം പ്ലസ് 2 കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് 5 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ 1നോട് 5 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും, അതിനോട് 5 ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും. അങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാം. സോ ദിസ് ഇസ് യുവർ ഹോംവർക്ക് കേട്ടോ. ഇപ്പോൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എത്രയാണ് കിട്ടുന്നതെന്നൊന്ന് അറിയിക്കട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61 ആൻഡ് സെവൻത്ത് ടേം ഈസ് 31. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് 10th ടേമും കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ഹോംവർക്ക്, ഇത് ഞാൻ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ വീണ്ടും ഫോർത്ത് ടേം നമുക്കറിയാം, പൊസിഷൻ ടേം. ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഫോർത്ത് ടേം നമുക്ക് 61 ആണെന്ന് തന്നിട്ടുണ്ട്. സെവൻത്ത് ടേം 31 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10th ടേമും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകുന്നതെന്ന് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ശരി. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇവരെ രണ്ടുപേരെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫോർത്ത് ടേമും സെവൻത്ത് ടേമുമാണ്. അപ്പോൾ നമുക്ക് സെവൻത്ത് ടേമിനെ ഫോർത്ത് ടേമിൻ്റെ ടേംസിൽ എഴുതണം. ഫോർത്ത് ടേമിൽ നിന്ന് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെവൻത്ത് ടേം കിട്ടുക. അതായത് 31 കിട്ടുന്നത് 61നോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 31ൽ നിന്ന് 61 കുറയ്ക്കണം, അപ്പോഴാണ് 3 കോമൺ ഡിഫറൻസ് ഉണ്ടാവുന്നത്. അപ്പം 31ൽ നിന്ന് 61 കുറയ്ക്കുമ്പോൾ 30 കിട്ടുക. അതാണ് ഈ 3 കോമൺ ഡിഫറൻസും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ 10 ആണ്. ഈസി. കോമൺ ഡിഫറൻസ് 10 ആണെങ്കിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, വാട്ട് എവർ, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10th ടേം ആണ്. 10th ടേം ഇപ്പം നമുക്ക് 10th ടേമിൻ്റെ അടുത്ത് കിടക്കുന്നത് 7th ടേം അല്ലേ? അപ്പോൾ 7th ടേമിൻ്റെ ടേംസിൽ എഴുതാം അല്ലേ? അപ്പോൾ 7th ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 3 കോമൺ ഡിഫറൻസ്. 7th ടേം 31 അല്ലേ? പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 31 പ്ലസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 61. അപ്പോൾ 10th ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് ടേം വെച്ച് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 10th ടേം വെച്ചിട്ടാണെങ്കിലും. ഇത് ഏത് ചെയ്താലും ഒരേ ആൻസറേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 10th ടേം മൈനസ് എത്ര കോമൺ ഡിഫറൻസാ? 9 കോമൺ ഡിഫറൻസ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എപ്പോൾ കമൻറ്റ് ചെയ്യണം? ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, അല്ലേ പിന്നെ മടിയൊക്കെ പിടിച്ചു പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10. ഫിഫ്ത്ത് ടേം 10 ആണ്. 10th ടേം 5 ആണ്. 10th ടേം 5 ആണ്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
15th ടേമും കണ്ടുപിടിക്കണം, അതുപോലെ 25th ടേമും കണ്ടുപിടിക്കണം. 25th ടേമും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലോ? ആദ്യം എന്നാ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പൊസിഷനും ടേമും എഴുതണം. ഇവിടുന്ന് പോയിട്ട് 5th ടേമാണ് 10, 10th ടേമാണ് 5. ഓക്കെ, നമുക്ക് 15th ടേമും കണ്ടുപിടിക്കണം, 25th ടേമും കണ്ടുപിടിക്കണം. ആദ്യം കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ 10th ടേം എന്ന് പറയുന്നത് 5th ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാ? 5 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. ഇതിനകത്തുനിന്ന് വേണം ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 10th ടേം 5 ആണ്, 5th ടേം 10 ആണ്, പ്ലസ് 5 കോമൺ ഡിഫറൻസ്. അപ്പോൾ 5 കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ 5 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു -5. അപ്പോൾ ഡി എത്രയാ? -5 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു -1. കോമൺ ഡിഫറൻസ് -1 ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ 15th ടേം അല്ലേ? 15th ടേം നമുക്ക് 10th ടേം അറിയാമല്ലോ. അപ്പം 10th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസാ? 5 കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 10th ടേം 5 ആണ്, അതിൻ്റെ കൂടെ 5 കോമൺ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഇത് 5 ഇൻറ്റു -1 വിച്ച് ഈസ് -5. 5 പ്ലസ് -5 എത്രയാ? 0. അപ്പോൾ 15th ടേം എന്താ? 0യാ. ബി പാർട്ട് നിങ്ങളുടെ ഹോംവർക്കാണ്, വിച്ച് ഈസ് 25th ടേം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എളുപ്പം ഏതായിരിക്കും? 15th ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണ്ടേ? 10 കോമൺ ഡിഫറൻസ്. 10 കോമൺ ഡിഫറൻസ്. ഈ 10 കോമൺ ഡിഫറൻസിൻ്റെ ഡി എന്ന് പറയുന്നത് -1 ആണ്. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ എഴുതിയിടില്ലേ? നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു സീക്വൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന നമ്മളുടെ സീക്വൻസ് 2, 4, 6, 8, 10 നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സീക്വൻസ് എടുക്കാം. ഈ ഒരു സീക്വൻസിൻ്റെ അകത്തെ ഒരു ടേം ആണോ 1000 ഈ ഒരു സീക്വൻസിലെ ടേം ആണോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈ ഒരു സീക്വൻസിൻ്റെ ടേം ആയതുകൊണ്ട് ഇത് ടേം ആണ്. ഓക്കെ, ബാക്കി വേറൊരു സീക്വൻസ് വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ തരുക നമ്മളോട്, നമ്മുടെ കയ്യിൽ തന്നിട്ട് ഈ ഒരു നമ്പർ ഈ ഒരു സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പോൾ അത് പറയാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോമൺ ഡിഫറൻസ് അല്ലേ? അത് തന്നെയായിരിക്കും 6ൽ നിന്ന് 4 മൈനസ് ചെയ്താലും 8ൽ നിന്ന് 6 മൈനസ് ചെയ്താലും. അതായത് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് രണ്ടുപേരുടെയും ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് കോമൺ ഡിഫറൻസാണ്. ഓക്കെ, ഇനി ഈ ഒരു സീക്വൻസിലെ വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സിന് ഡിഫറൻസ് എടുത്താൽ അവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണേ. ഓക്കെ, ഇനി ഞാൻ ഏതെങ്കിലും 2 നമ്പർ ചൂസ് ചെയ്യുക. ഇപ്പം 8ഉം 2ഉം എടുക്കുക. അവരുടെ ഡിഫറൻസ് എത്രയാ? 8 മൈനസ് 2 6 ആണ്. ഓക്കെ, 6 ആണ് അവിടുത്തെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് അല്ല ഡിഫറൻസ്. ഇനി ഞാൻ വേറെ 2 നമ്പേഴ്സ് എടുക്കുക, 6ഉം 4ഉം, അല്ലെങ്കിൽ അത് കോമൺ ഡിഫറൻസ് ആവുമല്ലോ അല്ലേ? ഓക്കെ, 10ഉം 6ഉം എടുക്കുക. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? അവർ തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഓക്കെ, ഇനി ഞാൻ വെറുതെ 8ഉം 2ഉം എടുക്കുക. അവിടുത്തെ ഡിഫറൻസ് 6 ആണ്. 8ഉം 4ഉം എടുക്കുക. അപ്പോൾ വീണ്ടും എനിക്ക് 4 കിട്ടുക. കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് അല്ല ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ജനറൽ ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. എന്താണെന്നറിയാവോ? ഒരു സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ ഏത് 2 ടേം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാലും ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 6 കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ? കാരണം നമ്മളുടെ കോമൺ ഡിഫറൻസ് 2 ആണ്. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 6. അപ്പോൾ 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ് 6 അല്ലേ? ഇനി 2വിനോട് നമ്മളുടെ കോമൺ ഡിഫറൻസ് 2വിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. മീൻസ് ഈ ഒരു 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ് 4. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏത് 2 ടേം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാലും നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1000 ഈ ഒരു സീക്വൻസിൻ്റെ ടേം ആണോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1000ഉം ഈ ഒരു സീക്വൻസിൻ്റെ ടേമും തമ്മിലുള്ള ഡിഫറൻസ്
ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2വിൻ്റെ മൾട്ടിപ്പിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് എന്നുള്ളതിന് പകരം ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, ചെക്ക് ചെയ്യാൻ തന്നേക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറും ഇതിൻ്റെ ഫസ്റ്റ് ടേമും, ആ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. ഓക്കെ, അതെടുക്കുമ്പോൾ അത് ഈ ഒരു കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കും. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേം ഈ സീക്വൻസിൽ ഒരാളാണ്, അല്ലെങ്കിൽ അല്ല. അങ്ങനെ ഒരു ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ നമ്പർ 1000 ആണ്. 1000 ഈ സീക്വൻസിലുണ്ടോയെന്നാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ 1000ഉം ഇതിൻ്റെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 2ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുക. എന്താണ് ഇവിടുത്തെ ഡിഫറൻസ്? 998 എന്ന് കിട്ടും. അപ്പം ഈ കിട്ടുന്ന ആൻസർ നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയ 2വിൻ്റെ മൾട്ടിപ്പിൾ ആണോ? മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? അതെ അല്ലേ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഈ മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ എന്ന് ചോദിച്ചാൽ ഡിവിസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കണ്ടേ. ഇനി ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 998നെ 2 കൊണ്ട് നമുക്ക് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 998 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 00 വരത്തില്ലേ? എക്സാക്റ്റ് ആയിട്ട് അതായത് ഇവിടെ റിമൈൻഡേഴ്സ് ഒന്നും വരാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു 2വിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയും. ഇതൊക്കെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നോളജ് അറിയാലോ അല്ലേ. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. പോയിന്റ് ഒന്നും ഇല്ലാത്ത, ഫ്രാക്ഷൻ ഒന്നും ആവാത്ത ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്. റിമൈൻഡർ 0 ആവുന്നുണ്ട്. അന്ന് വെച്ചാൽ ഇത് നമ്മൾ 2വിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഇത് 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ്. 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ നോക്കും? 3 കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇവിടെ ഇത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആൻസർ തരുന്നുണ്ട്. വിച്ച് മീൻസ് ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ. 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മളുടെ കോമൺ ഡിഫറൻസ് 2 ആണ്. അങ്ങനെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സീക്വൻസിലെ അംഗമാണ് നമ്മളുടെ 1000. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ പേജ് നമ്പർ 22ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസ് 101 എ ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. ഈ ഒരു സീക്വൻസിലെ ടേം ആകുമോ ഈ 101? വാട്ട് അബൌട്ട് 1001? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുക ഈ സീക്വൻസിൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ 101 വരുമോ അല്ലെങ്കിൽ 1001 വരുമോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു നമ്പറും ഈ ഒരു സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളുടെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ ആ ഒരു സീക്വൻസിൻ്റെ ടേമാ, അല്ലെങ്കിൽ അല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് എന്താ? 24 മൈനസ് 13. അപ്പോൾ എത്ര കിട്ടും? 11 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അല്ലെ 35 മൈനസ് 24 11 ആണ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ നമ്മൾ എന്താ നോക്കണേ? നമ്മളുടെ ഗിവൺ നമ്പർ ആണോ നോക്കാൻ ഒരു ഫോർമുല നമുക്ക് പഠിച്ചു വെക്കാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം, ഓക്കെ, ആ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആണോ നോക്കണം. ആണെങ്കിൽ ആ ടേം അതിനകത്തുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ആദ്യത്തേത് 101 ആണോ നോക്കാം. 101 ആണ് ഇവിടുത്തെ ഗിവൺ നമ്പർ. 101 ഈ സീക്വൻസിലുണ്ടോ എന്നറിയാൻ 101ൽ നിന്ന് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമായ 13 കുറയ്ക്കണം. ഓക്കെ, എത്ര കിട്ടും? 88 കിട്ടും. ഓക്കെ, ഈ 88, ഈ കിട്ടിയ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഏതാ? 11 ആണോ? 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 എന്ന ആൻസർ കിട്ടില്ലേ നമുക്ക്? അപ്പോൾ എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് അല്ലേ. സോ ദാറ്റ് ഇംപ്ലൈസ് 101 is a term in the sequence. ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 101. ഇനി മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലെങ്കിലോ ഈ 101 ഈ ഒരു സീക്വൻസിലെ ടേം അല്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എ പാർട്ട്. ഇനി ബി പാർട്ട്, വാട്ട് അബൌട്ട് 1001? എങ്ങനെ കണ്ടുപിടിക്കും? 1001 ആണ് ഗിവൺ നമ്പർ. അതിനകത്തുനിന്ന് നമ്മളുടെ ഫസ്റ്റ്
ടേം ആയിട്ടുള്ള 13 സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് 998 ആയിരിക്കും. 998. ഇനി 998 നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 11ന്റെ മൾട്ടിപ്പിൾ ആണോ, മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യും? ഈ 998നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9 × 11 99 ആണ്. പിന്നെ 8 ഇറക്കി എഴുതണം അല്ലേ? അപ്പോൾ 8 റിമൈൻഡർ വരും അല്ലേ? അപ്പം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, ഡിവിസിബിൾ അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല. സോ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 1001 എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ടേം ഇൻ ദ സീക്വൻസ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്കിത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോയിലും പറഞ്ഞിരുന്നു. നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് PDF നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പേ ചെയ്താൽ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോട്ട്സിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോർഷൻസും അതിനകത്ത് ഇൻക്ലൂഡഡും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ മക്കളെ, ഈ ഒരു ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇത്തിരി ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായില്ലേ? ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഈ ഒരു എക്സർസൈസിൻ്റെ തന്നെ 2 and 3 പാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.